എല്ലാവർക്കും നമസ്കാരം. ജമീലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തനിനാടൻ അരിയുണ്ടയാണ്. ഇത് ഉരളിൽ നിന്നൊക്കെ ഇടിച്ചിട്ടാണ് പണ്ടൊക്കെ ഞങ്ങൾ ഉണ്ടാക്കാറ്. ഇപ്പോൾ മിക്സിയിൽ നിന്ന് പൊടിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഇനി നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിന് വേണ്ടുന്ന അരിയാണ് ഇത്. കുറുവ അരിയാണ് സാധാരണ ഇതിനെടുക്കേണ്ടത്. ഇത് വെല്ലം, തേങ്ങ, നല്ല ജീരകം, ഏലക്കായ്. നമുക്കൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടാവും. ഓടാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് വറുത്തെടുക്കുന്നത്. ഇത് പണ്ടൊക്കെ ഓട്ടിലിട്ടിട്ടാണ് വറക്കാറ്. ഇപ്പോൾ എല്ലാവരും ഗ്യാസും മേൽ വെച്ച് എന്തെങ്കിലും പാത്രം വെച്ചിട്ട് വറുത്തെടുക്കുന്നതാണ്. ഞാൻ പണ്ടത്തെ രീതിയിൽ തന്നെയാണ് വറുത്തെടുക്കുന്നത്. ഓട് അടുപ്പത്ത് വെച്ച് വറുത്തെടുക്കുന്നത്. ഒരു പഴയ ഒരു കുടുക്കയാണ്. ഇതെല്ലാം ഇങ്ങനെ പൊട്ടിത്തെറിച്ച് വരുന്നുണ്ട്. ഇതിന് കുറുവ അരിയാണ് വറുത്തെടുക്കാൻ ഏറ്റവും നല്ല ഇത്. അതുകൊണ്ടാണ് കുറുവ അരി എടുത്തത്. നമുക്കിങ്ങനെ വറുത്തെടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കണം. ജീരകവും ചൂടുള്ള കുടുക്കയിൽ തന്നെ ജീരകവും ഏലക്കായും ഇട്ട് കൊടുത്തതാണ് ഞാൻ. അരി ഫുള്ളും ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. നേരെ ഈ കുടുക്കയിൽ തന്നെ ഇട്ട് കൊടുത്തതാണ് ഏലക്കായും ജീരകവും. ഇതിനടുപ്പത്തൊന്നും വെക്കണ്ട, അതിൽ നിന്നെങ്കിൽ ചൂടാകും. നമുക്ക് മിക്സിയിലോട്ട് അരി വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാം. ആദ്യം വറുത്ത് വെച്ച അരി ഫുള്ളും പൊടിച്ച് വെക്കാം. അത് അരി ഫുള്ളും പൊടിച്ച് അവസാനത്തതാണിത്. ഇതിലേക്ക് നമുക്ക് ഏലക്കായ് ഇറന്നിട്ട് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. അവസാനം പൊടിക്കുന്നതിലാണ് ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ബാക്കി തീർത്തും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് തീർത്തും ഇങ്ങനെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വെല്ലവും തേങ്ങയും കൂട്ടി പൊടിച്ച് ചേർത്തെടുക്കാം. കുറച്ച് പൊടിയിട്ട് കൊടുക്കുക, കുറച്ച് വെല്ലം പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കുക, കുറച്ച് തേങ്ങയും ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ചപ്പാത്തി കോലെടുത്തൊന്ന് വെച്ചിട്ട് സഞ്ചിയിലോ എന്തിലും വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്താൽ പൊടിഞ്ഞ് കിട്ടും. പൊടിച്ചെടുത്തതാണിത്. ഇങ്ങനെ ഓരോന്നും കുറേശ്ശെ നമുക്ക് പൊടിച്ചെടുക്കാം. നമ്മുടെ അരി ഫുള്ളും തേങ്ങയും എല്ലാം പൊടിച്ചെടുത്ത് അത് കൈ കൊണ്ട് കുഴച്ച് ചേർക്കണം. കുറച്ച് അരിപ്പൊടി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഉരുട്ടിയെടുക്കുമ്പോൾ ഇതിന് തടവി കൊടുക്കുവാനാണ്. ഉരുട്ടിയെടുക്കുമ്പോൾ അത് പൊടിയിൽ വെച്ച് ഒന്ന് ഇതാക്കിയാലാണ് റെഡിയാവും. അതിന് അല്പം പൊടിയാടെ മാറ്റി വെച്ചത്. ഇങ്ങനെ ഓരോ ഉരുണ്ടയും നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇനി പൊടിയിലിട്ടൊന്ന് ഇതാക്കി കളിയാം. എല്ലാ ഉണ്ടയും ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് ഇന്ന് കഴിക്കാൻ അത്ര നല്ല ഉറപ്പ് കിട്ടൂല. ഇന്ന് കഴിക്കുന്നതാണെങ്കിൽ ഉണ്ടക്ക് നാളേക്ക് നല്ലവണ്ണം ഇല വാട്ടിയിട്ടാണ് ചിരട്ടി വെക്കാറ്. ഇതിപ്പോൾ ഇല വാട്ടാത്തത്. ഇതിപ്പോൾ ഇലയിൽ ചിരട്ടി വെക്കുവാനൊന്നും സമയമില്ല. ഇപ്പം തന്നെ കഴിക്കണമെന്നാണ് പറയുന്നത്. ഇലയിൽ കെട്ടി വെക്കണ്ടെന്ന് എൻ്റെ മക്കളൊക്കെ. അതുകൊണ്ടാണ് വാട്ടാതെ കെട്ടുന്നത്. ഇത് വെറുതെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം കെട്ടുന്നതാണ്. അതാണ് ഇല വാട്ടാത്തത്. ഇല വാട്ടിയിട്ട് ഇങ്ങനെ നാര് കൊണ്ട് കെട്ടി വെച്ചാൽ നാളേക്ക് നല്ല ഉറപ്പ് കിട്ടും. ഇത് ഞങ്ങൾ ഇതുവരെ കാണിക്കാൻ മാത്രം വേണ്ടി കെട്ടുന്നതാണ്. ഇപ്പോൾ തന്നെ ഈ കെട്ട് കഴിച്ച് ഞങ്ങൾ ഇത് കഴിക്കാൻ നോക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇല വാട്ടിയിട്ടൊന്നും കെട്ടാത്തത്. വെറുതെ വാട്ടിയിട്ട് കാര്യമില്ല. ഇതിപ്പം തന്നെ കഴിച്ചിങ്ങെടുക്കും. അതുകൊണ്ടാണ് തീർത്തും കെട്ടുകയും ചെയ്യാത്തത്. ഇങ്ങനെ കെട്ടി നല്ലവണ്ണം വെച്ച് വാട്ടിയിട്ട് നല്ലവണ്ണം കെട്ടി വെച്ചാൽ ഇത് നാളേക്ക് നല്ല ഉറപ്പ് കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം.